നമസ്കാരം. രാജ്യതലസ്ഥാനത്ത് ഡൽഹിയിൽ, അതും ഹാർട്ട് ഓഫ് ദ സിറ്റി എന്ന് പറയാവുന്ന ചെങ്കോട്ടയ്ക്കടുത്ത് ഹൈ സെക്യൂരിറ്റി ഏരിയയിൽ നടത്തിയ ഭീകരാക്രമണത്തിന് ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല. ഒന്നും അറിയാത്ത 13 പേരുടെ ജീവനാണ് ആ കൂട്ടക്കുരുതിയിൽ പൊലിഞ്ഞുപോയത്. കാറിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് അത് ഓടിച്ച് അത് പൊട്ടിച്ച് നടത്തിയ അൺയൂഷ്വൽ ഓപ്പറേഷൻ. എല്ലാറ്റിന്റെയും മാസ്റ്റർ മൈൻഡ് ഡോക്ടർ ഉമർ നബി, കൂട്ടാളികൾ ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ, ഡോക്ടർ അദീൽ, ഡോക്ടർ ഷഹീൻ ഉൾപ്പെടെയുള്ള ഡോക്ടേഴ്സിന്റെ സംഘം. വെള്ളക്കോളർ ഭീകര സംഘത്തിന്റെ ഉക്കാസ രഹസ്യ ഹാൻഡിൽ ബന്ധം, ജെയ്ഷയുമായി സംഘത്തെ ബന്ധിപ്പിക്കുന്ന തുർക്കിയിലെ കണ്ണികൾ, ആസൂത്രണങ്ങൾക്ക് കേന്ദ്രമാക്കിയ ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റി. വിശ്വസിക്കാൻ പ്രയാസമുള്ള ഞെട്ടിപ്പിക്കുന്ന ഒട്ടേറെ വിവരങ്ങൾ ഓരോന്നോരോന്നായി പുറത്തുവരികയാണ്. കനത്ത സുരക്ഷാ പരിശോധനയുള്ള, സദാ ജാഗരൂകരായി നിൽക്കുന്ന ആംഡ് സേനാ വിഭാഗങ്ങളുള്ള കാവലുള്ള രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ പട്ടാപ്പകൽ നിറയെ ഉഗ്രസ്ഫോടക വസ്തുക്കളുമായി ഒരു ഭീകരൻ i20 കാറിൽ ചുറ്റിക്കറങ്ങിയത് അന്ന് മണിക്കൂറുകളാണ്. ഒരു സുരക്ഷാ റഡാറിന്റെയും കണ്ണിൽ പെടാതെയാണ് ആ ചുറ്റിക്കറങ്ങൽ. പഹൽഗാമിലെ കൂട്ടക്കൊല, ഭീകര സംഘങ്ങളുടെ കേന്ദ്രങ്ങളെ തകർത്തെറിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ, പിന്നാലെ കൂട്ടിയ നിതാന്ത ജാഗ്രതയിൽ കുറവുണ്ടായോ? സുരക്ഷിതമോ രാജ്യതലസ്ഥാനം? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പ് ഈ വാരം ചർച്ച ചെയ്യുന്നതും ഈ വിഷയമാണ്. സ്വാഗതം. ഇന്നത്തെ എന്റെ അതിഥികളെ പരിചയപ്പെടാം. സൈക്കോളജിസ്റ്റും ആഴ്ചവട്ടം ഓൺലൈനിന്റെ എഡിറ്റർ ഇൻ ചീഫുമായ ഡോക്ടർ ജോർജ് കാക്കനാട്, കോർപ്പറേറ്റ് IT പ്രൊഫഷണലായ ജെയ് കൊളംബിൽ, നിരീക്ഷകൻ രാഹുൽ ഈശ്വർ എന്നിവരാണ് അതിഥികൾക്ക് സ്വാഗതം. ഞാൻ ആദ്യം ഡോക്ടർ ജോർജ് കാക്കനാട്ടിലേക്ക് പോകുന്നു. നോക്കുക, പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്ന ഒട്ടേറെ ഭീകര സംഘങ്ങൾ നിലവിലുണ്ട്. അത് അവർ ലോകവേദികളിലൊക്കെ എത്ര തവണ തള്ളിപ്പറഞ്ഞാലും എന്താണ് വാട്ട് ഈസ് എ റിയാലിറ്റി എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞതാണ്. അത്തരം സംഘങ്ങളുണ്ട്. അവർ നിരന്തരം ഇത്തരം ആസൂത്രണങ്ങൾ ഇന്ത്യക്കെതിരെ നടത്തുന്നുമുണ്ട്. നിലവിലെ ചോദ്യം പ്രധാനമായും ഉയർന്നു വരുന്നത്, ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും ഇന്ത്യയിലെ ഏത് നഗരങ്ങളിലും അടുത്ത നിമിഷം ഒരു ഭീകരാക്രമണം ഉണ്ടാകാം എന്ന നിലയിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ടോ? ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് അങ്ങനൊരു ചിന്തയാണ് നമുക്കുണ്ടാകുന്നത്. കാരണം ഇന്ത്യ ഈസ് വെരി വൾനറബിൾ. കാരണം നമ്മൾ ഓർത്തു, ഈ കഴിഞ്ഞ അറ്റാക്കിന് ശേഷം കുറച്ചുകൂടെ അവർ കെയർഫുൾ ആയിരിക്കും, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം. പക്ഷെങ്കിൽ ഇത് ലോകത്തെ മുഴുവൻ, ഇന്ത്യയിലുള്ളവരെ അതുപോലെ ഇന്ത്യക്ക് വെളിയിലുള്ളവരെ, ഞങ്ങളെയൊക്കെ പ്രത്യേകിച്ച് തീർച്ചയായിട്ടും ഞെട്ടിച്ച് കളഞ്ഞു. ഇന്ത്യയുടെ അതും ഡൽഹിയിലെ ചെങ്കോട്ടയുടെ അവിടെ ഉണ്ടായ സംഭവം അത് തീർച്ചയായിട്ടും ഞെട്ടലുളവാക്കുന്നതാണ്. നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് പറ്റിയ വലിയൊരു നിരീക്ഷണ കുറവ് ആണോ എന്ന് സംശയമുണ്ട്. കാരണം ഇത് ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു. കാരണം അവർ വിചാരിച്ചിരിക്കുന്നത് അവർക്കെന്തും ചെയ്യാം. കാരണം അവർ ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ അവരൊരു പാഠം പഠിക്കുമെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെങ്കിൽ അത് നടന്നിട്ടില്ല. അവർ വീണ്ടും തീവ്രവാദികളെ കയറ്റി ഇന്ത്യയുടെ ഏറ്റവും ചങ്കായ പ്രധാന സ്ഥാനത്ത് വന്ന് വീണ്ടും ആക്രമണം നടത്തുന്നു. അത് തീർച്ചയായിട്ടും അത് ഇന്ത്യക്കും അതുപോലെ ഇന്ത്യക്ക് വെളിയിലുള്ള മറ്റു രാജ്യങ്ങളും ഈ ടെററിസം ഇപ്പോഴും ഇങ്ങനെ ശക്തമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ വലിയൊരു തെളിവാണ്. ശ്രീ ജോർജ് കാക്കനാട്, നോക്കുക, ഇന്ത്യ എന്നും ഈ പറയുന്നത് പോലെ ടെററിസ്റ്റ് ആക്ടിവിറ്റികൾക്കെതിരെ എന്ത് നിലപാടാണോ എടുത്തത് അതിൽ ഒരു രീതിയിലും മാറ്റങ്ങൾ വരുത്തിയ ഒരു രാജ്യമല്ല ഇന്ത്യ. അത് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സന്ധിയില്ലാത്തൊരു സമരം അല്ലെങ്കിൽ പോരാട്ടം അത് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പറയുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നോക്കുക, ഈ പഹൽഗാം ആക്രമണവും അതിനുശേഷം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരും ഒക്കെ താങ്കൾ പരാമർശിച്ചത്. അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഒരുപക്ഷെ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ, എസ്പെഷ്യലി വിത്ത് അമേരിക്ക, നോക്കുക, അതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ പലതായിക്കോട്ടെ, വാണിജ്യപരമായൊക്കെ ആയിക്കോട്ടെ, എങ്കിൽ കൂടി ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അടുപ്പക്കുറവ് അല്ലെങ്കിൽ ഒരു അകൽച്ച, ഇതൊക്കെ ഇന്ത്യക്ക് ഏത് രീതിയിലാണ് ദോഷമായി ഭവിക്കുക? ഇത്തരം അറ്റാക്കുകൾ ഉണ്ടാകുമ്പോൾ ഈ അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളൊക്കെയുമായി നടത്തുന്ന നല്ല ബന്ധങ്ങൾ, നല്ല നയതന്ത്ര ബന്ധങ്ങൾ, അതൊക്കെ ഏതെങ്കിലും രീതിയിൽ ഇന്ത്യക്ക് സഹായകമാകുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? താങ്കളും നേരത്തെ ഒരു ആർമി ഓഫീസർ ആയിരുന്നല്ലോ. ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ബന്ധം എപ്പോഴും നിലനിന്നേ പറ്റത്തുള്ളൂ. കാരണം ഇങ്ങനെയുള്ള ഇന്റലിജൻസ് ഇൻഫർമേഷൻസ് ഒക്കെ അമേരിക്കയ്ക്ക് തരാവുന്നത്രയും മറ്റാർക്കും തരാനൊക്കത്തില്ല. അത് തന്നെയല്ല, നമ്മുടെ എന്നും നല്ല ഒരു കൂട്ടാളിയാണ് അമേരിക്ക. ആ ബന്ധം എന്നും നിലനിൽക്കണം. കാരണം അമേരിക്കയിലും ഇതേ സെയിം പ്രോബ്ലം തന്നെയുണ്ട്. കോമൺ എനിമിയാണ് ഈ ഭീകരത എന്ന് പറയുന്നത്. ഭീകരവാദം അമേരിക്ക ഏറ്റവും ബുദ്ധിമുട്ടിച്ചിട്ടുള്ളതാണല്ലോ. 9/11 എന്ന സംഭവത്തിന് ശേഷം അമേരിക്കയിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ വി ആർ വെരി കെയർഫുൾ.
ഇവിടെ ഒരു കാരണവശാലും വേറൊരു ആക്രമണം നടത്താൻ അമേരിക്ക സമ്മതിക്കുകയില്ല. കാരണം ഇവിടുത്തെ ഇന്റലിജൻസിന്റെ യുനോ ഏറ്റവും പ്രധാനം അതാണ് ഏറ്റവും പ്രധാനം. അപ്പം ഭീകരവാദം, അതുപോലെ അമേരിക്കയെ വേറെ അലട്ടുന്ന വേറൊരു വലിയ പ്രശ്നമാണല്ലോ ഡ്രഗ്. ഈ രണ്ട് പ്രശ്നങ്ങളിൽ ഇപ്പം ഇന്ത്യ, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് കേരളത്തിലെ എൻ്റെ കൊച്ചു ഗ്രാമം കല്ലുപ്പാറ തിരുവല്ലയിലൊക്കെ വരെ ഡ്രഗിന്റെ അതിഭയങ്കരമായ സാന്നിധ്യമുണ്ട്. അപ്പൊ ഇത് രണ്ടും നമുക്ക് തുടച്ചു മാറ്റിയേ പറ്റത്തുള്ളൂ. തുടച്ചു മാറ്റാൻ സാധിക്കുമോ എന്നറിയത്തില്ല. അപ്പോൾ അമേരിക്ക പോലുള്ള, പ്രത്യേകിച്ച് അമേരിക്കയുടെ ആ ഒരു സൗഹൃദം ഇന്ത്യക്ക് ആവശ്യമാണ്. അതൊരിക്കലും, കാരണം ഈ കുറെ നാളുകളായിട്ട് അമേരിക്കയുമായിട്ടുള്ള ബന്ധം വളരെ ആടി ഉലഞ്ഞിരിക്കുകയാണ്. അത് മാറിയേ പറ്റത്തുള്ളൂ. അതിന് എന്തൊക്കെ വിട്ടുവീഴ്ച ചെയ്താലും നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അമേരിക്ക വിൽ ബി അവർ ബെസ്റ്റ് ഫ്രണ്ട്. യെസ്, ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ രാഹുൽ ഈശ്വർ, വീണ്ടും ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഓരോ വിവരങ്ങളും നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ 2 വർഷമായി ഇത്തരത്തിൽ നിരവധി ആസൂത്രണ പദ്ധതികൾ ഇവർ നടത്തിയിരുന്നു എന്ന് പറയുന്നു. അതിൽ കൃത്യമായ തെളിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനെല്ലാം കേന്ദ്രമായി നിന്നത്, ഈ ഡോക്ടേഴ്സ് എല്ലാം വർക്ക് ചെയ്ത് നിന്നത്, അവർക്ക് ജോലി കൊടുത്ത ഫരീദാബാദിലെ അൽഫ്ല യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ബിൽഡിംഗ് നമ്പർ 17, റൂം നമ്പർ 13, അവിടെ നിന്നൊക്കെ കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം ഒരു ഫണ്ടിങ് നടന്നിട്ടുണ്ട്, അതിന് കൃത്യമായി ഓരോ ദിവസവും നടന്ന മീറ്റിംഗ് അവിടെ നടന്നിട്ടുണ്ട്, എങ്ങനെയൊക്കെ ബ്ലാസ്റ്റ് പ്ലാൻ ചെയ്യണം എന്നതൊക്കെ ഈ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയാണ്, മറ്റ് രാജ്യങ്ങളുടെ യൂണിവേഴ്സിറ്റി അല്ല, ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയാണ്. ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നൊരു സംഭവം ആ യൂണിവേഴ്സിറ്റിയിൽ ഇല്ല. എന്തുകൊണ്ട് 2 വർഷമായി ഇത്തരം ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ട് എന്നിവർ എങ്ങനെ അറിയാതെ പോയി? അതിലൊരു കൃത്യമായ ഉത്തരം അത് ലഭിക്കുന്നുമില്ല. താങ്കൾക്ക് എന്താണ് തോന്നുന്നത് രാഹുൽ? 2 കാര്യങ്ങളാണിത്. ഒന്ന്, നമ്മളിത് പറയാൻ മടിക്കണ്ട, ഇതൊരു ഇസ്ലാമിസ്റ്റ് ടെറർ അറ്റാക്ക് ആണ്. നമ്മൾ അതുകൊണ്ടാണ് എപ്പോഴും ഇത് പറയുമ്പോൾ കൃത്യമായ ഡിഫറൻസിയേഷൻ പറയും. ഇസ്ലാമിക് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാണ്, മതപരമാണ്, ആത്മീയമാണ്, നമ്മളെല്ലാം ആദരിക്കുന്നതാണ്. എന്നാൽ ഇസ്ലാമിസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലാണ്, എക്സ്ട്രീമിസമാണ്, വയലന്റ് ഐഡിയോളജിയാണ്. അപ്പം ഇൻ ഓൾ പ്രോബബിലിറ്റി കോടതികൾ അവസാനം വിധി തന്നാലേ ഇത് ആരാണ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ കഴിയൂ. പക്ഷേ ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ നാഷണൽ മീഡിയ, നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ തരുന്നത് വെച്ച് ഇതൊരു ഇസ്ലാമിസ്റ്റ് ടെറർ അറ്റാക്ക് ആണെന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. അങ്ങനെയാണ് സാധ്യത. കാര്യം അത്രയധികം വെൽത്ത് ഓഫ് ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞു. ഫൈനൽ കോടതി വിധിക്ക് ശേഷം നമുക്ക് അതിന് ഫൈനലാക്കാം. കാര്യം പല കേസുകളും ഇതേപോലെ ആരോപണ വിധേയർ, എല്ലാ ഭാഗത്തെയും ആരോപണ വിധേയർ മാറുന്നുണ്ട്. മലേഗാവ് കേസിലടക്കം പല ആരോപണ വിധേയരും മാറി വരുന്നത് നമ്മൾ കാണുകയുണ്ടായി. അതുകൊണ്ട് ഫൈനൽ വെർഡിക്റ്റ് കോടതി വരികയാണ്. പക്ഷെ പ്രൈമ ഫേസി ഇപ്പൊ നമ്മുടെ അവൈലബിൾ ഇൻഫർമേഷൻ ഈ ഇസ്ലാമിസ്റ്റ് അറ്റാക്ക് വിത്ത് ഈവൻ ടർക്കി ലിങ്ക്സ് എന്നുള്ളതാണ്. ടർക്കിയിലെ ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സുമായിട്ടും അടക്കം ലിങ്ക് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ധാരണ. അപ്പൊ അത് വളരെ സീരിയസ് ആയ ഇഷ്യൂ ആണ്. ഇന്ത്യക്ക് മാത്രമല്ല, അമേരിക്കയ്ക്ക് മാത്രമല്ല, ലോകത്തിലെ പല രാജ്യങ്ങളും ടു എ സെർട്ടൻ എക്സ്റ്റെന്റ്. അടുത്ത ദിവസം പാകിസ്ഥാനിലും സമാനമായി അവിടുത്തെ കോടതികളിൽ ഒരു സ്ഫോടനം ഉണ്ടാകുകയും 10ഓളം പേർ മരിക്കുകയും മറ്റും ചെയ്തു. അവിടെ US എംബസി, പ്രത്യേകിച്ച് US ഡയലോഗ് കൂടെ ആയതുകൊണ്ട് US എംബസിയുടെ ആദ്യം പറഞ്ഞൊരു വാക്യം ഇന്ത്യയെ ചെറുതായിട്ടൊന്ന് അലോസരപ്പെടുത്തി. അതായത് US എംബസി ആദ്യം ട്വീറ്റ് ചെയ്തത് ഇന്ത്യയിലെ എക്സ്പ്ലോഷനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു എന്നും പാകിസ്ഥാന്റെ തീവ്രവാദി ആക്രമണത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു, അല്ലെങ്കിൽ തീവ്രവാദി ആക്രമണത്തിൽ മരിച്ചവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു എന്ന സ്വരത്തിലാണ്. അപ്പൊ എക്സ്പ്ലോഷൻ എന്ന വാക്ക് ഇന്ത്യൻ ഗവൺമെന്റും ഒരുപക്ഷെ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെയും അല്ലാതെയും ഒബ്ജക്ട് ചെയ്യുകയും പിന്നീട് US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ അത് മാറ്റി അതൊരു ക്ലിയർ ടെററിസ്റ്റ് അറ്റാക്ക് ആണെന്ന് പറയുകയും ചെയ്തു. 2, അമേരിക്കയുള്ള രാജ്യത്തിന് ഇപ്പം തുളസി ഗബാർഡ് അടക്കമുള്ളവരാണ് അവരുടെ ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ്, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും ശക്തമായ സംവിധാനങ്ങൾ ഇരിക്കുന്ന പലരും ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമുള്ളതാണ്, ചരിത്രമുള്ളവരാണ്. അമേരിക്ക എന്ന രാജ്യം, അമേരിക്കയിലെ ഇന്റലിജൻസ് സംവിധാനങ്ങളുമായി നമുക്ക് ശക്തമായ ഇന്റലിജൻസ് ഷെയറിംഗ് വേണം. ട്രേഡ്, താരിഫ്, ചില വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം സുദൃഢമായി തുടരുകയും 1-2 വിഷയങ്ങൾക്കുള്ള വിള്ളലുകൾക്കപ്പുറം ഇത്തരം കാര്യങ്ങളിൽ സജീവമായൊരു ഐക്യം ഉണ്ടാകുകയും വേണമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം ഇപ്പൊ ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളോട് നമുക്ക് പല രീതിയിലുള്ള ഇന്റലിജൻസ് ഷെയറിംഗ് ഉണ്ട്. മിഡിൽ ഈസ്റ്റിലെ മുസ്ലിം രാജ്യങ്ങളുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട്. UAE അടക്കമുള്ള പല രാജ്യങ്ങളുമായിട്ടും ഇന്ത്യക്ക് ബാലൻസ് ഉണ്ട്. ഇന്ത്യയുടെ വലിയൊരു പ്രത്യേകത നമുക്ക് ഇറാനുമായിട്ട് പോലും നല്ല ആത്മബന്ധം സൂക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യയുടെ പൊസിഷൻ എന്നും, അതായത് ഒരു വശത്ത് ഇറാനും മറുവശത്ത് ഇസ്രായേലിനെയും ബാലൻസ് ചെയ്യാൻ ഇന്ത്യക്കേ കഴിയൂ. ഒരു വശത്ത് ഉക്രൈനെയും, ശശി തരൂരൊക്കെ പറഞ്ഞതുപോലെ ഉക്രൈൻ പ്രസിഡന്റിനെയും റഷ്യൻ പ്രസിഡന്റിനെയും ആഴ്ചയിൽ ഒരാഴ്ചയുടെ ഗ്യാപ്പിൽ ഹഗ് ചെയ്യാൻ കഴിയുന്ന ലോകത്തിലെ ഏക വ്യക്തി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് പറഞ്ഞതുപോലെ ഇന്ത്യ എപ്പോഴും ഒരു സെൻട്രിസ്റ്റ് പൊസിഷനാണ് ലോക പൊളിറ്റിക്സിൽ എടുക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യക്ക് തീർച്ചയായിട്ടും കൂടുതൽ സഹകരണം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുമായിട്ട് വേണം. കാര്യം നമ്മളിപ്പം ചൈന, റഷ്യ അവിടെയൊക്കെ ഒരു റീഅലൈൻമെന്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പാകിസ്ഥാന്റെ ഓൾ വെതർ ഫ്രണ്ട് ചൈനയാണ്.
അവർ തിരിച്ചും പാകിസ്ഥാൻ എപ്പോഴും ആ രീതിയിലുള്ള ഒരു ഓൾ വെതർ ഫ്രണ്ടാണ്. അപ്പൊ നമുക്ക് അമേരിക്കയുടെ ഒരു സപ്പോർട്ട്, അമേരിക്ക ബീങ് ദ സൂപ്പർ പവർ വേണം, ഒരു പരിധി വരെ റഷ്യയുടെ കാര്യമായിട്ടുള്ള സപ്പോർട്ട് കാര്യങ്ങൾ വേണം. ഒന്ന് രണ്ട് നെഗറ്റീവ് ന്യൂസുകൾ എന്താ പറയുക പാശ്ചാത്യ ശക്തികളും മോദിജിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരികയുണ്ടായി. ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. റഷ്യയാണ് കാര്യമായിട്ട് നരേന്ദ്രമോദിജിയെ സേഫ് ഗാർഡ് ചെയ്തതെന്നുള്ള വാർത്ത ഇന്ത്യൻ മീഡിയ വരികയുണ്ടായി. ശരിയായിരിക്കാം തെറ്റായിരിക്കാം. പക്ഷേ അമേരിക്ക എന്ന രാജ്യവും ബീങ് എ ഡെമോക്രസി, നമ്മളെ പോലെ തന്നെ ലിബറൽ പ്ലൂറലിസ്റ്റിക് ഡെമോക്രസി എന്ന രീതിയിൽ അമേരിക്കയായിട്ടുള്ള ബന്ധം വളരെ പ്രസക്തമാണ്. അത് തീവ്രവാദമടക്കമുള്ള കാര്യങ്ങളെ എന്താ പറയുക മുളയിലെ നുള്ളാനും ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ ഷെയറും അമേരിക്കയ്ക്ക് പാകിസ്ഥാന്റെ മുകളിലുള്ള ലെവറേജും. അല്ല രാഹുൽ, അവിടെ ഉയർന്നൊരു പ്രസക്തമായ ചോദ്യമുണ്ട്. അതായത് ഇങ്ങനെയുള്ള ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റീസിനെതിരെ ഇപ്പോൾ ഒരു രാജ്യത്തോട് ചേർന്ന് മറ്റൊരു രാജ്യം എന്ത് നടപടികളാണ് ഇതിനോടകം സ്വീകരിച്ചിട്ടുള്ളത്? ഒരുപക്ഷെ ഒരു അറ്റാക്ക് നടന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മീഡിയേറ്റഡ് ചർച്ചകൾ മാത്രമാണ്, അല്ലെങ്കിൽ സേഫ് ഗാർഡ്, ഈ വാക്ക് രാഹുൽ ഉപയോഗിച്ചുള്ളൂ, സേഫ് ഗാർഡ് ചെയ്യാനായി എന്തൊക്കെ സംവിധാനങ്ങൾ, എവിടെയെങ്കിലും ഒരു എക്സാമ്പിൾ നമുക്ക് പറയാനുണ്ടോ രാഹുൽ? അല്ല, സ്ട്രോങ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് ഷെയറിംഗ് ആണ്. എല്ലാ ആധുനിക ഡെമോക്രസിയും സീരിയസ് ആയി പരസ്പരം സഹായിക്കുന്ന ഡെമോക്രസിയും ഏറ്റവും ചെയ്യുന്നത് ഇന്റലിജൻസ് ഷെയറിംഗ് ആണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ പട്ടാള ഭരണകൂടത്തിന് മേൽ അമേരിക്കയുടെ ലെവറേജ് വളരെ അധികമാണ്. നമ്മുടെ മോദിജി എങ്ങനെങ്കിലും വാഷിംഗ്ടണിലോട്ട് വിളിച്ച് അസീം മുനീറിന്റെ കൂടെ ഇരുത്തണമെന്നായിരുന്നു ട്രംപിന്റെ ആഗ്രഹം. ഇത് മനസ്സിലാക്കി മോദിജി കുതിര മാറിപ്പോയതാണ്. അതൊക്കെ ഒരർത്ഥത്തിൽ ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് വിക്ടറിയാണ്. ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ്. പുള്ളി ഒരു മാവറിക് ആണ്. പുള്ളിയുടെ സ്റ്റൈൽ അൺപ്രഡിക്റ്റബിൾ ആണ്. പുള്ളിക്ക് പെട്ടെന്ന് ഡീൽ ഉണ്ടാക്കുകയും മാജിക്കൽ സൊല്യൂഷൻസിലൊക്കെ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ബാക്കി രാജ്യങ്ങൾ അങ്ങനെയല്ല. അപ്പൊ നമുക്ക് ഡൊണാൾഡ് ട്രംപിനെ ഒരു കാരണവശാലും വെറുപ്പിക്കാൻ കഴിയില്ല. കാര്യം ബീയിങ് ദി അമേരിക്കൻ പ്രസിഡന്റ്, ഹീസ് എ റെപ്രസെന്റേറ്റീവ്, അമേരിക്കക്കാരുടെ റെപ്രസെന്റേറ്റീവ് അദ്ദേഹമാണ്. എന്നാൽ നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യണം. ഇപ്പം ഡൊണാൾഡ് ട്രംപാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ സീസ് ഫയർ നെഗോഷിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാൻ പറ്റൂ? കാര്യം നമ്മൾ കഴിഞ്ഞ 70 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തേർഡ് പാർട്ടിയെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ അനുവദിക്കില്ല, നമ്മുടെ ആഭ്യന്തര പ്രശ്നമാണെന്നാണ്. ശരിക്കും ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് ഇനി ഒറിജിനലി മീഡിയേറ്റ് ചെയ്താൽ പോലും നമുക്കത് വെളിയിൽ സമ്മതിക്കാൻ പറ്റില്ല. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന വ്യക്തിയുടെ എല്ലാ എന്താ പറയണേ ബ്യൂട്ടിഫുൾ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ കളർഫുൾ ബിഹേവിയറേയും അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്റലിജൻസ് സംവിധാനത്തിന്റെ ഷെയറിംഗ് വേണം. അമേരിക്ക എന്ന രാജ്യത്തിന്റെ സപ്പോർട്ട് പല കാര്യങ്ങളിലും വേണം. പാകിസ്ഥാന്റെ മേലുള്ള അവരുടെ ലെവറേജ് നമുക്ക് വളരെ പ്രധാനമാണ്. അപ്പൊ ഇനി നാളെ ഒരു ടെൻഷൻ ഉണ്ടായാലും ഇൻഇഫക്റ്റ് നമ്മൾ അംഗീകരിക്കാത്ത മീഡിയേറ്റർ ആകാൻ അമേരിക്കക്കല്ലേ കഴിയൂ, വേറെ ഏത് രാജ്യത്തിന് കഴിയും? ആ രീതിയിലുള്ള ഒരു ലെവറേജ് ചൈന നമുക്ക് വേണ്ടി സംസാരിക്കില്ല. അപ്പൊ അമേരിക്കയാണല്ലോ ആ അർത്ഥത്തിൽ ഒരു സൂപ്പർ പവർ. റഷ്യക്ക് ഇന്ന് പാകിസ്ഥാന്റെ മേളിൽ ഉദ്ദേശിക്കുന്ന ലെവറേജ് അമേരിക്കയുടെ പോലും ഇല്ല. അപ്പോ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഈ മധ്യത്തിൽ നിൽക്കുന്ന ഈ ഗാന്ധിജിയുടെ രാജ്യമാണ്, മിഡിൽ പാത്തിന്റെ ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് രണ്ട് വശത്തെ ആൾക്കാർ വേണം. പക്ഷെ അമേരിക്കയോടാണ് കൂടുതൽ നമുക്ക് ബന്ധം വേണ്ടത്. കാര്യം ഷെയർഡ് വാല്യൂസ്, ഡെമോക്രസി, നമ്മുടെ റൂൾ ഓഫ് ലോ, റിലീജിയസ് ഫ്രീഡം, ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മളും അമേരിക്കയാണ് ഐഡിയോളജിക്കലി അലൈൻഡ്, അല്ലെങ്കിൽ എന്താ പറയണേ വിഷൻ വൈസ് അലൈൻഡ്. അമേരിക്ക എന്ന രാജ്യമായിട്ട് നമുക്ക് സാംസ്കാരികവും ചരിത്രപരമായ ബന്ധമുണ്ട്. അപ്പൊ ഇന്റലിജൻസ് സംവിധാനങ്ങൾ അടക്കം നമുക്ക് കൂടുതൽ ഷെയറിംഗ് വേണം. എന്നാൽ നമ്മുടെ താല്പര്യങ്ങൾ ബലി കഴിക്കരുത്. ഈ ജയ് കൊളംബിൽ നോക്കുക, ഇവിടെ നമ്മൾ അധികം പറഞ്ഞു കേട്ടൊരു ടേം അല്ല ഈ വൈറ്റ് കോളർ ടെററിസം, വെള്ളക്കോളർ ഭീകരവാദം എന്ന് പറയുന്നത്. ഡോക്ടേഴ്സ് ആണ് ഇവിടെ പിടിയിലായവർ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവരിലൊക്കെയുള്ള ഭീകരവാദികൾ. ഇവരാണ് ഈ ആസൂത്രണങ്ങളൊക്കെ നടത്തിയത്. നമുക്ക് 32 കാറുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് ഒരു വലിയ അറ്റാക്കിനാണ് അവർ പ്ലാൻ ചെയ്തത്. അത്തരം കാര്യങ്ങളൊക്കെ ഈ സ്ഫോടനത്തിന് ശേഷം മാത്രമാണ് പുറത്തു വരുന്നത്. ഈ പറയുന്നത് പോലെ വലിയ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു, സ്വിസ് ആപ്പായ ത്രീമോ ഉപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷൻസ്, ഇതെല്ലാം ഇപ്പോൾ ഈ അറ്റാക്ക് നടന്ന ശേഷമാണ് ഇന്ത്യൻ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഒക്കെ അത് മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ എന്താണ് ഇത്രയും അഭ്യസ്തവിദ്യരായിട്ടുള്ള സമൂഹത്തിൽ ഉന്നത സ്ഥാനം പുലർത്തുന്നു നമ്മൾ നമ്മൾ അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പോൾ അത്തരക്കാരെയൊക്കെ ഇങ്ങനെ ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിലേക്ക് എന്തുകൊണ്ടാണ് അവർക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്? എന്താണ് താങ്കളുടെ നോട്ട് അതിൽ? ഡൽഹി സ്ഫോടനം ഉണ്ടായതിനു ശേഷം പലരുടെയും മനസ്സിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഈ ലെവലില്? ബിക്കോസ് ഡോക്ടേഴ്സ് അവർ വന്നിട്ട് ലൈഫ് സേവിങ് പ്രൊഫഷണൽസ് ആണ്. ദൈവത്തിന് അടുത്ത സ്ഥാനത്ത് വെച്ച് കാണുന്നതാണ് നമ്മൾ ഡോക്ടേഴ്സിനെ. പക്ഷെ ഡോക്ടേഴ്സ് എന്ന് പറയുന്ന ഇവർ ഇതില് ഇത്രയും ഒരു ഭീകരമായ ഒരു സ്ഫോടനത്തില് ബന്ധപ്പെട്ട് ഈ ന്യൂസ് പുറത്തു വന്നപ്പോൾ പലരെയും ഞെട്ടിച്ചത് അതായിരുന്നു. ഇപ്പൊ നമ്മള് ഈ ഏരിയ, ഈ ഡൽഹിയിലെ ഈ റെഡ് ഫോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ ന്യൂ ഏരിയ ഫോർ ദിസ് ബോംബ് എക്സ്പ്ലോഷൻ. നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 15-20 സ്ഫോടനമെങ്കിലും ഈ കഴിഞ്ഞ 20 കൊല്ലത്തിൽ അവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ എല്ലാം ഈ 2 പേര് 3 പേര് കൊല്ലപ്പെട്ടു എന്ന വാർത്തകളാണ് നമ്മൾ അറിഞ്ഞത്. അതില് 2005-ലും 2008-ലും 50 പേരും 25 പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഈ ഒരു സംഭവം ഡൽഹി ജനറലി ഈസ് പ്രോൺ ടു ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ്. അപ്പൊ ഇതില് ഈ പ്രത്യേകിച്ച് ഇത് നടന്നതല്ല. പക്ഷെ ഈ സംഭവം നടന്നത് എന്താ വെച്ചാൽ ഇപ്പോ പുൽവാമ കഴിഞ്ഞു, പിന്നെ പെഹൽഗാം നടന്നു.
ഈ സംഭവങ്ങൾക്ക് ശേഷം സെൻട്രൽ ഗവൺമെന്റ് എങ്ങനെ പ്രതിഷേധിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവം ഒരു ചിന്താവിശേഷമായിരിക്കുന്നത്. ഇത് പണ്ട് 2005-ലും 2008-ലും 2009-ലേക്ക് നടന്ന സമയത്ത് ഇത് ദിവസം രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഓക്കെ, ഒരു സ്ഫോടനം, കുറച്ചുപേര് മരിച്ചു. കശ്മീരിൽ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു, റൂട്ടീൻ ന്യൂസ് ഫ്രം കശ്മീർ പണ്ട്. അപ്പൊ ഇന്ന് ഇപ്പോ ഈ എന്തുകൊണ്ട് ഇതില് ഈ ഉന്നതമായ ഡോക്ടേഴ്സിൽ പങ്കെടുത്തു എന്ന് പറയുന്നത്, ഇതൊരു റിലീജിയസ് ഇമ്പാക്റ്റ് ആണ്. ഇപ്പൊ റിലിജിയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ രാഹുൽജി പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു സംഭവം നടന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു കമ്മ്യൂണിറ്റി, ഒരു ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് നമുക്ക് വിരൽ ചൂണ്ടാൻ പറ്റില്ല. ബിക്കോസ് അതിൽ പല തരപ്പെട്ട ആളുകളും ഉണ്ട്. സം പീപ്പിൾ അവർ വളരെ എളുപ്പം പറഞ്ഞ് കബളിപ്പിക്കാൻ പറ്റുന്നതായിരിക്കും. ഒരു ചിലര് അത് എത്ര തന്നെ പറഞ്ഞാലും അല്ല, എനിക്ക് എന്റെ രാജ്യമാണ് മുഖ്യം, രാജ്യത്തിന് എതിരായിട്ട് ഞാൻ ഇത് ചെയ്യില്ല എന്നുള്ളത്. സോ ഇതിൽ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഈ പാകിസ്ഥാൻ ബേസ്ഡ് ജെയ്ഷ് മുഹമ്മദിന്റെ ഹാൻഡ് ആണ്. അവരാണ് ഇതിന്റെ സൂത്രധാരികൾ എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ഒരു മതകരമായിട്ടുള്ള ഒരു എന്താ പറയാ, അവരുടെ ഒരു പ്രൊവക്കേഷൻ, ആ ഒരു ഇത് യൂസ് ചെയ്തിട്ടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. 2012 അവരുടെ ഡിവോഴ്സ് ആയിരിക്കുന്നത്, ആ ഭർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇന്ന മാതിരി പുള്ളിക്കാരിക്ക് ഇത്രയൊന്നും റിലീജിയസ് ആയിട്ടുള്ള യാതൊരു ഇൻവോൾവ്മെന്റും ഉണ്ടായിരുന്നില്ല എന്നാണ്. സോ എങ്ങനെ അവർക്ക് പിന്നീട് ഇത് ഇത്രയും ഒരു ഇൻവോൾവ്മെന്റ് വന്നു എന്നുള്ളത് നമുക്കൊരു വലിയൊരു ചോദ്യമാണ്. സോ ദർ ഹാസ് ബീൻ സം ബ്രെയിൻ വാഷിംഗ്. ഇപ്പൊ ഇതിൽ പൊതുവെ എന്താ സംഭവിക്കുന്നത് വെച്ചാല്, തീർച്ചയായിട്ടും ഇതൊരു ഫോറിൻ ഹാൻഡ് ആണ്, ആൻഡ് എസ്പെഷ്യലി പാകിസ്ഥാൻ ബേസ്ഡ് ജെയ്ഷെ മുഹമ്മദ്, ആൻഡ് ദേ ഹാവ് ബീൻ ഏബിൾ ടു ഇൻഫ്ലുവൻസ് ഇറ്റ്. ഇപ്പോ കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ സ്ഫോടനങ്ങൾ ഇല്ലാതെ പെട്ടെന്നൊന്ന് സംഭവിക്കുമ്പോഴുള്ള ഒരു ഞെട്ടലാണ്. അപ്പോ ഇത് തുടങ്ങിയത് ശരിക്കും ഇത് പറയുമ്പോ നമുക്കിതൊരു പാളിച്ച എന്ന് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇവര് ഫരീദാബാദിലെ ഈ സംഭവങ്ങളെല്ലാം ഇവര് കണ്ടുപിടിച്ചപ്പോ ഈ 3 ടൺ ഓൾമോസ്റ്റ് 3 tons ഓഫ് എക്സ്പ്ലോസീവ്സ് വർ ഡിറ്റക്റ്റഡ് ഫ്രം ഫരീദാബാദ്. അപ്പൊ അത് കണ്ടപ്പോ ഈ ഉമർ എന്ന് പറയുന്ന ഈ വ്യക്തി, ദ സൂസൈഡ് ബോംബർ, പുള്ളിക്ക് ഇത് ഇനിയിപ്പോ ഒരു രക്ഷയില്ല എന്ന് അറിഞ്ഞിട്ടാണ് ഒരു പെട്ടെന്ന് ഒരു ധൃതിയിലാണ് പുള്ളി ഇത് പോയി ചെയ്തിരിക്കുന്നത്. അതർവൈസ് നെവർ ഡൺ ഇറ്റ്. സോ പോലീസ് ഇനി പെട്ടെന്ന് അടുക്കും, അതിനു മുമ്പ് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധം കൊണ്ടാണ് പുള്ളി ഇത് ചെയ്തിരിക്കുന്നത്. ബട്ട് ഈ അൽഫാല യൂണിവേഴ്സിറ്റിയിലെ ഈ ഡോക്ടേഴ്സിലൂടെ ഈ ബന്ധങ്ങൾ, ഈ നെറ്റ്വർക്കിംഗ് വളരെ ശക്തമായി നടന്നിരിക്കുന്നു എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. നമ്മൾ ഇനിയും അതിന്റെ ഇൻവെസ്റ്റിഗേഷൻസ് ഓൺ ഗോയിങ്. ഒരുപാട് ആൾക്കാരെ അവര് അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ അതൊക്കെ പിടിയിലാവട്ടെ, എന്താണ് നടപടി എടുക്കുന്നത് കാണാം. ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ ജോർജ് കാക്കനാട്ട്, നോക്കുക, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചൊക്കെ ഇവർ പ്രവർത്തിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഇവർക്ക് ഈ പറയുന്നത് പോലെ ടെററിസം എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റീസിലേക്ക് വരാൻ കഴിഞ്ഞത്? അതൊക്കെ ചോദ്യമായി നിൽക്കുകയാണ്. ഒരു പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന കാര്യങ്ങളൊക്കെ വ്യക്തമാവുമായിരിക്കും. ഇവിടെ നോക്കുക, ഈ പറയുന്ന ഡൽഹി പോലുള്ളൊരു സ്ഥലത്ത് ഈ മണിക്കൂറുകൾ കറങ്ങി നടന്നിട്ടും അത്രമാത്രം സെക്യൂരിറ്റി ഫോഴ്സസും പരിശോധനകളും ഒക്കെ ഉണ്ടായിട്ടും ഇതൊന്നും കണ്ടിൽപ്പെടാതെ പോയി എന്നുള്ളത് നിലവിലെ നമ്മുടെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ, നമ്മുടെ സുരക്ഷ അത് എത്രമാത്രം ഉണ്ട് എന്നതൊരു ചോദ്യമായി അവശേഷിപ്പിക്കുന്നുണ്ടോ? താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും വളരെ പ്രസക്തമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഡൽഹി ഇപ്പം പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്രൂഷ്യൽ പ്ലേസിൽ നമ്മുടെ പാർലമെന്റും നമ്മുടെ രാഷ്ട്രപതി എവറിഥിങ് ഈസ് ദെയർ. അവിടെ ഇങ്ങനെ നടക്കുന്നു എന്ന് പറയുമ്പോഴേ നമ്മുടെ ഇന്ത്യയുടെ ഇന്റലിജൻസ് വീഴ്ചയാണ്. അത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ എന്നും ഇതുപോലുള്ള ടെററിസത്തിന്റെ നമുക്ക് എപ്പോഴും ഇത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ വി ഷുഡ് ഹാവ് ബീൻ വെരി കെയർഫുൾ. അല്ലെങ്കിൽ ഒത്തിരി ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കേണ്ടതായിരുന്നു. ഇപ്പൊ അമേരിക്ക, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 9/11 ശേഷം ഇവിടെ ഒരു മേജർ അറ്റാക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം അത്രയ്ക്ക് ഇവിടുത്തെ സെക്യൂരിറ്റി ഫോഴ്സസ് വെരി അലേർട്ട് ആൻഡ് എപ്പോഴും കോൺസ്റ്റന്റ്ലി ഒബ്സർവിങ് ആൻഡ് വാച്ചിങ്. അപ്പൊ അങ്ങനെ ഒരു എന്തുകൊണ്ട് നമുക്ക് അവിടെ സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം എത്ര ദൂരെയാണിത്, രാഷ്ട്രപതി ഭവന്റെ അല്ലെ പാർലമെന്റിന്റെ എത്ര ദൂരമാണ് ഇത് സംഭവിച്ചത്? ഇത് എത്രാമത്തെ തവണയാണ് പാർലമെന്റ് വന്ന് അറ്റാക്ക് ചെയ്തതല്ലേ? അപ്പം നമ്മൾ മറ്റു പല കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ മാറിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. ഇലക്ഷന്റെ ഒക്കെ ഒരു അതൊക്കെ അതിൻ്റെയൊക്കെ ഇതിലായിരിക്കും. പക്ഷെങ്കിൽ ഇന്റലിജൻസ് ഈസ് ഓൾവേസ് ഇന്റലിജൻസ്. അതൊരിക്കലും അത് ചെയ്യേണ്ടിവർ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയെ മുറിവേൽപ്പിച്ചിരിക്കുകയാണ് ഇപ്പോഴ്. ഇന്ത്യ ഈസ് അറ്റാക്ട്. ഓരോ ഇന്ത്യക്കാരനും, അത് ഏത് രാജ്യത്ത് ജീവിക്കുന്ന ഇന്ത്യക്കാരനാണെങ്കിലും നമ്മളെ മുറിവേൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് പാകിസ്ഥാനിൽ പെഹൽഗാമിൽ നടന്ന അറ്റാക്കിന് ശേഷം ഞങ്ങൾ ഇവിടെ
അതിഭയങ്കരമായ ഒരു മീറ്റിംഗ് നടത്തി. ഇവിടെ വന്ന ഓരോ ഇന്ത്യക്കാരും അവരെല്ലാം അമേരിക്കയിൽ വർഷങ്ങളായിട്ട് ജീവിക്കുന്നവരാ. പക്ഷെ അവരുടെ ആ ഫീലിംഗ് ഇന്ത്യയെ പറ്റിയുള്ള. അപ്പൊ നമ്മള് ഇന്ത്യയിൽ ജീവിക്കുന്നവരെ പോലെ തന്നെ വെളിയിൽ ജീവിക്കുന്നവരും ഇതിനെപ്പറ്റി വളരെ ബോധവാന്മാരാണ്. വളരെ വറീഡ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് യെസ്. മുമ്പേ. പിന്നെ ഒരു കാര്യം മുസ്ലിംസിനെ പറ്റി പറയുന്നത്, ഇതൊരു ഒരു എല്ലാ റിലീജിയനും ഉണ്ട് ഈ ഫനാറ്റിസിസം എന്ന് പറയുന്നത്. മുസ്ലിംസ് ദാറ്റ് ഇസ് എ വെരി പീസ്ഫുൾ റിലീജിയൻ, ഇത്രയും നല്ലൊരു റിലീജിയൻ. പക്ഷെങ്കിൽ അവരുടെ ചില പഠിപ്പീരുകളെ, ചില ഈ ക്രൈസി തോട്ട്സ്, ഇത് ഫനാറ്റിസത്തിന്റെ വലിയൊരു ഭാഗമാണ്. അത് ക്രിസ്ത്യാനിറ്റിയിലും ഉണ്ടായിട്ടുണ്ട്, ഹിന്ദുയിസത്തിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഞങ്ങൾക്ക് 9/11 സംഭവിച്ചത് തന്നെയല്ലേ. അതെ. അമേരിക്കയ്ക്ക് പറ്റിയ ഇന്റലിജൻസ് വീഴ്ചയല്ലായിരുന്നു സംഭവിച്ചത്. ഞങ്ങളുടെ തന്നെ പ്ലെയിൻ എടുത്തുകൊണ്ട് പോയി, ഞങ്ങളുടെ തന്നെ ഇവിടോട്ട് പോയി കൊണ്ട് ഇടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും 9/11 ചിന്തിച്ചില്ല. യെസ്. അത് ആ ട്രെയിനിങ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അപ്പൊ ഇപ്പൊ ഈ മെഡിക്കൽ കോളേജ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുകയില്ല. ഞാൻ പറയുന്നത് എവിടാണെങ്കിലും നമ്മൾ സ്പെഷ്യൽ ഫോക്കസ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, ഞാൻ സൈക്കോളജിസ്റ്റ്. ഇപ്പം ഒരു ആളിനോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും ഇവൻ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടെന്ന്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പലപ്പോഴും ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സൂയിസൈഡ് എന്തുമാത്രം നടക്കുക, അതെന്തുകൊണ്ട് ആൾക്കാർ മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാണ്. അവരുടെ സംസാരത്തിൽ കൂടെ, അവരുടെ യെസ്. ബിഹേവിയറിൽ കൂടെ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പം അതുകൊണ്ട് വി ഹാവ് ടു ബി എക്സ്ട്രീംലി കെയർഫുൾ. യെസ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഇങ്ങനൊന്നും വേണ്ട. ഇന്ത്യ എന്നും മുമ്പേ രാഹുൽ പറഞ്ഞതുപോലെ ഗാന്ധിയുടെ നാടാണ്. നമുക്ക് സമാധാനം, നമുക്ക് സഹവർത്തിത്വം. അതുപോലെ ഈ നമ്മൾ എന്നും വഴക്കുണ്ടാക്കിക്കൊണ്ട് നമുക്ക് ഇരിക്കാനും ഒക്കത്തില്ല. അതുകൊണ്ട് നമ്മളോട് ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളുമായിട്ടൊക്കെ സമാധാനത്തിൽ പോകാനായിട്ടുള്ള ഒരു ശ്രമം നമ്മൾ നടത്തണം എന്നും പക്ഷേ അതേസമയം അവരുമായിട്ട് നമ്മൾ ഈ വഴക്കുണ്ടാക്കി ജാഗ്രതയും ഒരിക്കലും. പ്രതിരോധവും അതുണ്ടാകും വേണം. ഒരു രാജ്യം എന്ന നിലയിൽ നമുക്കെതിരെ നടക്കുന്ന അറ്റാക്കുകൾ അത് ചെറുക്കുക എന്നുള്ളത് നമ്മുടെ കടമ കൂടിയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ജാഗ്രത അതുണ്ടാവുകയും വേണം. രാഹുൽ, ഏറ്റവും ഒടുവിൽ ഒരുപക്ഷെ അരമണിക്കൂർ കൊണ്ട് സംസാരിച്ച് കഴിയേണ്ട ഒരു വിഷയമല്ല, എങ്കിൽ കൂടി ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഈ ജെയ്ഷയുടെ ഒരു സ്ലീപ്പിംഗ് സെൽസ് നമ്മുടെ ഈ കലാലയങ്ങളിലൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് ഒരു വലിയൊരു വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട, വളരെ ഗുരു സ്വഭാവമുള്ളൊരു കാര്യമാണ്. വളരെ സീരിയസ് ആണ്. അതെ, ഫരീദാബാദിലെ യൂണിവേഴ്സിറ്റിക്കകത്താണ് ഇതൊക്കെ നടന്നതെന്ന് പറയുന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇനിയിപ്പോൾ മറ്റു കൂട്ടാളികളുണ്ടോ, ഇനി കൂടുതൽ ഡോക്ടേഴ്സ് ഉണ്ടോ? ഈ വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്ന ടേം പോലും നമ്മളെ വല്ലാതെ അങ്ങ് പേടിപ്പിക്കുന്നുണ്ട്. കാരണം അഭ്യസ്തവിദ്യരായ ആൾക്കാരുടെ കയ്യിൽ ഈ പറയുന്ന പോലെ ഒരു ആയുധം കിട്ടിക്കഴിഞ്ഞാൽ അതിന് കൂടുതൽ പവർ ഉണ്ടാവും എന്നൊരു തോട്ട് പാരലലി ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്യാൻ കഴിയുക? എന്താണൊരു റെമഡി? ഇതൊക്കെയുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരുപക്ഷെ നമ്മുടെ സെക്യൂരിറ്റി ഇതിനൊക്കെ കുഴക്കുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കാം. പെട്ടെന്ന് കൗതുകമുള്ള, അധികം ആൾക്കാർ ശ്രദ്ധിക്കാത്ത രണ്ട് പോയിന്റുകൾ. നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷം ഇന്ത്യക്ക് ഒരു ഡീ റാഡിക്കലൈസേഷൻ പോളിസിയും ഡീ റാഡിക്കലൈസേഷൻ മോഡ്യൂളും ഉണ്ട്. അതിന്റെ ചീഫായിട്ട് മോദിജി നിയമിച്ചത് ആസിഫ് ഇബ്രാഹിമിനെയാണ്. ആസിഫ് ഇബ്രാഹിം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യ മുസ്ലിം IB ചീഫാണ്. ഇദ്ദേഹത്തെയാണ് നരേന്ദ്രമോദിജി ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്. ശ്രീ ആസിഫ് ഇബ്രാഹിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൗണ്ടർ സ്ട്രാറ്റജി നല്ല ആത്മീയ പഠനം, അതായത് മതത്തെ ദോഷകരമായി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മേലിൽ നല്ല സ്പിരിച്വാലിറ്റി, നല്ല റിലീജിയൻ, ഫെയ്ത്ത് എഡ്യൂക്കേഷൻ ആണ് ഈ റാഡിക്കലൈസേഷനെ കൗണ്ടർ ചെയ്യാനുള്ള നല്ല മാർഗം. എന്നാ ആലോചിച്ച് നോക്കുക. പ്രധാനമന്ത്രിയായ മോദിജി, അദ്ദേഹം ഒരു റൈറ്റ് ലീനിങ് ആളാണെന്ന് നമുക്കെല്ലാം അറിയാം. എന്നാൽ ആസിഫ് ഇബ്രാഹിം എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് വരുന്ന ഇന്ത്യയുടെ ആദ്യ മുസ്ലിം IB ചീഫിനെ ഡീ റാഡിക്കലൈസേഷന്റെ ഹെഡായിട്ട് നിയമിക്കുകയും നമ്മളതിനൊരു മോഡ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഇന്ത്യക്ക് ഓൾറെഡി ഒഫീഷ്യലി ഒരു മോഡ്യൂൾ ഉണ്ട്. അത് കാര്യമായി മുസ്ലിം കമ്മ്യൂണിറ്റിയോടക്കം സഹവർത്തിത്വത്തിൽ എല്ലാവരിലേക്കും എത്തിക്കുന്നുണ്ട്. രണ്ട്, ഈ മാസം വളരെ പ്രത്യേകതയുള്ളതാണ്. അതായത് 46 വർഷം മുമ്പ് നവംബർ 20, 1979 പരിശുദ്ധ മക്ക ആക്രമിക്കപ്പെട്ടത്. ഈ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ, ഇസ്ലാമിക് അല്ല, ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ പരിശുദ്ധ മക്ക ആക്രമിച്ചു. 500ഓളം പേരുടെ മരണത്തിൽ കൊണ്ടുപോയൊരു സംഭവമാണ്. നമ്മുടെ പരിശുദ്ധ ഗോൾഡൻ ടെമ്പിളിലേക്ക് നമ്മുടെ ഭിന്ദ്രൻവാലയൊക്കെ കയറി എന്ന് പറയുന്നത് പോലെ അൽ ഇഖ്വാൻ എന്ന് പറയുന്ന ഇസ്ലാമിസ്റ്റ് ആർമി പരിശുദ്ധ മെക്ക ആക്രമിക്കുകയും 500ഓളം പേര് മരിച്ചു. അതിനുശേഷം പരിശുദ്ധ മെക്കയിലേക്ക് പീരങ്കി വെച്ച് വെടിവെച്ച് ഇവരെ ഇല്ലാതാക്കിയാണ് തിരിച്ചു കൊണ്ടുവന്നത്. മെക്ക സീജ് എന്നാണ് ആ സംഭവം അറിയപ്പെടുന്നത്. ഞാൻ പല മുസ്ലിം വേദികളിലും പോകുന്നുണ്ട്, അവിടെയൊക്കെ ഞാൻ സൂചിപ്പിക്കാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ തീവ്രവാദികൾക്ക് അങ്ങനെ ദൈവീകതയോ മതമോ വിശ്വാസമോ ആത്മീയതയോ ഒന്നുമില്ല.
അവർ ഒരു പവർ ഹംഗ്രി ആയ പൊളിറ്റിക്കൽ ഗ്രൂപ്പാണ്. അവർ അങ്ങനെ മെക്കയെ ആക്രമിച്ചത് ഗ്രാൻഡ് മെക്ക സീജ് എന്നറിയപ്പെടുന്ന സംഭവം നവംബർ 20, 1979 രണ്ട്, ഈ ടെർമിനോളജീസിനെ നമ്മൾ നല്ല രീതിയിൽ പഠിപ്പിക്കണം. ജിഹാദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിനെ പരിശുദ്ധമാക്കാനുള്ള യാത്രയാണ്. അത് ക്രൂസൈഡ്, ജിഹാദ്, ധർമ്മയുദ്ധം. അതാണ് നരേന്ദ്രമോദിജിയുടെ മിനിസ്റ്റർ ആയിരുന്ന, നരേന്ദ്രമോദിജിയുടെ മന്ത്രിസഭയിലുള്ള MJ അക്ബർ. അദ്ദേഹം വലിയ ജേർണലിസ്റ്റ് ആണ്, ഏറ്റവും പ്രമുഖനായ ജേർണലിസ്റ്റ് ആണ്, ഇസ്ലാമിക ചരിത്രത്തിലെ സ്കോളറാണ്. അദ്ദേഹം രസകരമായ ഒരു ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്, ലോക ചരിത്രത്തിലെ ആദ്യ അമുസ്ലിം ജിഹാദി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ് എന്ന്. അതായത് പരിശുദ്ധമായ ആൾക്കാരെ ഒരുമിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാട്ടത്തിൽ നടത്തി. എന്നാൽ അത് നോൺ വയലന്റ് ആകണമെന്ന് തീരുമാനിച്ചു. നന്മയോടുകൂടി ആൾക്കാരെ കൂട്ടി. ഇപ്പം ജിഹാദ് അടക്കമുള്ള ടെർമിനോളജികൾ റോങ് ആയി യൂസ് ചെയ്യുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളുണ്ട്. അവരെ നമുക്ക് എതിർക്കാൻ കഴിയണം. നേരത്തെ ജോർജ് സാർ പറഞ്ഞ എല്ലാ സമൂഹത്തിലും ഇങ്ങനെ തീവ്രസ്വരക്കാരില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ മഹാത്മാഗാന്ധിയെ കൊന്നൊരു ഗോഡ്സെ നമ്മുടെ നാട്ടിലില്ലേ? പുള്ളി മതത്തിന്റെ പേരിൽ ഏതെങ്കിലും മുസ്ലിമാണോ? അല്ല. അപ്പോൾ എല്ലാ മതങ്ങളിലും തീവ്രസ്വരക്കാരുണ്ട്. ഇസ്ലാം മതം അത് കുറെ കൂടെ വിശിഷ്യ അഡ്രസ് ചെയ്യണം. കാര്യം നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ് കൂടുതലാണ്. അത് നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് അത്തരക്കാരെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് സർജിക്കൽ പ്രിസിഷനോടുകൂടി അറുത്തു മാറ്റാൻ കഴിയണം. മോദിജി വിഭാവനം ചെയ്ത, ആസിഫ് ഇബ്രാഹിം വിഭാവനം ചെയ്ത ഡീറാഡിക്കലൈസേഷൻ സ്ട്രാറ്റജിയാണ് ഈ വൈറ്റ് കോളർ തീവ്രവാദത്തിന്റെ മറുപടി. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞതുപോലെ കൃത്യമായി ആരൊക്കെയാണ് ഈ ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരും അവരെ കൃത്യമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തും. ലോകത്തിന് തന്നെ സന്ദേശമാകുന്ന ഒരു നടപടി അതിലുണ്ടാകുകയും ചെയ്യും. ഓരോ തെളിവുകൾക്കടക്കം അത് കൃത്യമായി ഇന്ത്യ മറുപടി പറയുകയും ചെയ്യുമെന്ന് നമ്മുടെ ഗവൺമെന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഉടൻ തന്നെ ഉണ്ടാകും. അന്വേഷണ ഏജൻസികൾക്ക് അതിലേക്ക് എത്താൻ ഇനി കുറച്ച് സമയം മാത്രമേ വേണ്ടൂ എന്ന് നമുക്ക് കരുതാം. പുതിയ വിഷയവുമായി ഇനി വീണ്ടും അടുത്ത ആഴ്ച. നമസ്കാരം.